Hello everyone, welcome back to Mary Street. അപ്പോൾ നമ്മൾ ഇന്ന് ഷെയർ ചെയ്യുന്നത് പരിപ്പ് കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. സാധാരണ ഒരു പരിപ്പ് കറിയല്ല, നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കുമ്പോൾ ഒരു ദാൽ ഫ്രൈ ഓർഡർ ചെയ്യുമ്പോൾ ഒരു പരിപ്പ് കിട്ടുമല്ലോ, അങ്ങനത്തെ ഒരു റെസിപ്പിയാണ്. ഒരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവറൊക്കെ ഉള്ളൊരു കറിയാണ്. നമുക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. ഡിന്നറിനാണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും ഒക്കെ അടിപൊളിയായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ നമുക്ക് ഈ പരിപ്പ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊരു 1.5 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. അത് നന്നായി ചൂടായി കഴിയുമ്പോൾ ഞാൻ 1 ടീസ്പൂൺ കടുക് ചേർക്കുന്നുണ്ട്. കടുക് വേണ്ടെങ്കിൽ ചേർക്കണ്ട കേട്ടോ, ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. കടുക് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴേക്കും ഒരു പകുതി ആകുമ്പോഴേക്കൊക്കെ നമ്മൾ 1 ടീസ്പൂൺ ചെറിയ ജീരകം, അതായത് ക്യുമിൻ സീഡ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴേക്കാണ് നമ്മൾ 2 ഉണക്കമുളക് ഒന്ന് ചെറുതായി 2ആയി മുറിച്ചതിന് ശേഷം അതൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി ചെറുതായി കൊത്തി അരിഞ്ഞതും, അതുപോലെ ഒരു 4-5 വലിയ അല്ലി വെളുത്തുള്ളിയാണ്, അത് 4-5 എണ്ണം ഒന്ന് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ട് അതും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് ചെറുതായി വഴന്ന് തുടങ്ങുമ്പോഴേക്കും നമുക്കൊരു മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും ഇതിലേക്ക് ഒരു 2 നല്ല എരിവുള്ള പച്ചമുളകാണ്, അത് നല്ല എരിവുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ 2 എണ്ണം ചേർത്തിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു മീഡിയം സവാള ചെറുതായിട്ടൊന്ന് കൊത്തി അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് ആവശ്യത്തിന് ഇച്ചിരി ഉപ്പും കൂടെ ചേർത്തിട്ട്, ഇതിലേക്ക് വേണ്ടുന്ന ഉപ്പ് മാത്രം ചേർത്താൽ മതി, കാരണം നമ്മൾ പരിപ്പ് ഓൾറെഡി വേവിച്ച് വെച്ചിരിക്കുകയാണ്, അതിനകത്ത് ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇത് ഏകദേശം നന്നായി വഴന്നിട്ടുണ്ട്. ഒരു 3-4 മിനിറ്റ് ആയപ്പോഴേക്കും അതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആ മഞ്ഞൾപ്പൊടി ഒരു 1 മിനിറ്റ് ഒന്ന് നന്നായി വഴറ്റുക. തീ മീഡിയം ഫ്ലെയിമിൽ ഇടാനായിട്ട് ശ്രദ്ധിക്കുക. പൊടികളിടുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം കേട്ടോ. ഇപ്പോൾ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. സാധാരണ മുളക് പൊടി ചേർത്താലും മതി കേട്ടോ, കാരണം കാശ്മീരി ചില്ലി പൗഡർ ആകുമ്പോൾ ഒരുപാട് കളർ ഉണ്ടാവും നമ്മുടെ കറിക്ക്. ഒരു മഞ്ഞ കളർ വേണമെന്നുണ്ടെങ്കിൽ സാധാരണ മുളക് പൊടി ചേർത്താൽ മതി. എന്നിട്ട് അതൊരു 1 മിനിറ്റ് ഒന്ന് വഴറ്റി കഴിഞ്ഞതിന് ശേഷം ഒരു മീഡിയം തക്കാളി ചെറുതാക്കി നുറുക്കിയത് അതും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ തക്കാളി നന്നായിട്ട് ഇനി വെന്ത് കിട്ടണം നമുക്ക്. അപ്പോൾ ആ സമയത്ത് ഇത്രയുള്ളൊരു പുളി, ഒരുപാട് ചേർക്കരുത്, ഇതൊരു ചെറിയ കഷ്ണമാണ്, ഇത് ഞാൻ ശരിക്കൊന്നും പിഴിയൊന്നുമില്ല കേട്ടോ, കണ്ടില്ലേ ഈ ഒരു കളറാക്കുന്നുള്ളൂ. അത്രയും പുളി ചേർത്ത് കൊടുക്കുക പിഴിഞ്ഞിട്ട്. നിങ്ങളുടെ തക്കാളി നല്ല പുളിയുള്ളതാണെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്യുക കേട്ടോ, ചേർക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് പുളി കൂടിപ്പോയാൽ പിന്നെ നമ്മൾ സാമ്പാറിനൊക്കെ ഇടുന്ന പോലെ ആ ഒരു ഇതിലേക്കായി പോവും. അപ്പോൾ പുളി കൂടാതെയും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ചൊരു വെള്ളം കൂടെ ചേർത്ത്, ആ പുളിയുടെ വെള്ളം ചേർത്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് തക്കാളിയെല്ലാം നന്നായി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഒരു 4-5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ തക്കാളി എല്ലാം നന്നായി കുക്ക് ചെയ്ത് ആ പുളിയുടെ വെള്ളം എല്ലാം നന്നായി വെന്തിട്ടുണ്ടാകും ഈ സമയത്ത്. ഇനി നമുക്കൊന്നും ഇല്ല, ഇതിനകത്തേക്ക് നമ്മൾ കുക്കറിലാണ് ഞാൻ ഓൾറെഡി വേവിച്ച് വെച്ചിരിക്കുകയാണ്. പരിപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളവും ചേർത്ത് വേവിച്ച് വെച്ചിരിക്കുകയാണ്. ഈ ഓറഞ്ച് പരിപ്പാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ, അതായത് മസൂർ ദാലാണ് യൂസ് ചെയ്യുന്നത്. തൂവരപ്പരിപ്പ് വെച്ചിട്ടും അല്ലെങ്കിൽ തൂവരപ്പരിപ്പും കടലപ്പരിപ്പും മിക്സ് ചെയ്തിട്ടൊക്കെ നമുക്ക് ചെയ്യാം. ഞാനിവിടെ യൂഷ്വലി ഈ പരിപ്പാണ് വാങ്ങുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ആ പരിപ്പ് കുറച്ച് മുങ്ങി നിൽക്കുന്ന പാകത്തിൽ വെള്ളമൊഴിച്ച് കുക്കറിൽ നന്നായിട്ട് ഒരു വിസിലടിച്ച് വേവിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിങ്ങോട്ട് ചേർക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു കപ്പ് തിളച്ച വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, പരിപ്പ് കറി ആകുമ്പോൾ അത് പെട്ടെന്ന് കുറുകും ഇരിക്കുമ്പോൾ, നമുക്കറിയാമല്ലോ. അപ്പോൾ ഞങ്ങൾ ഇതിപ്പോൾ ഉണ്ടാക്കിയിട്ട് അപ്പം തന്നെ കഴിക്കുകയാണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം ചേർക്കുന്നില്ല, ആവശ്യത്തിനുള്ള കട്ടിയാക്കി എടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്തൊന്ന് ലൂസാക്കി വെക്കണം കേട്ടോ. അപ്പോൾ ഇത് കഴിക്കുമ്പോഴേക്കും കറക്റ്റ് പരുവത്തിനായിക്കോളും. അതുപോലെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന പച്ചമുളക് നല്ല എരിവുള്ളതാണ്. ഇനി അതൊന്ന് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. 1 കപ്പ് വെള്ളം കൂടെ ചേർത്തൊന്ന് തിളച്ച് വരുമ്പോൾ 1 ടീസ്പൂൺ നമ്മുടെ കസൂരി മേത്തി ഉണ്ടല്ലോ, അതൊന്ന് നന്നായിട്ടൊന്ന് കയ്യിലിട്ടൊന്ന് പൊടിച്ചിട്ടൊന്ന് തിരുമ്മി ചേർക്കുക. എന്നിട്ട് അതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഉലുവയുടെ ഇല ഉണങ്ങി പൊടിച്ചതാണ് കസൂരി മേത്തി കേട്ടോ. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിയില ചേർത്ത് കൊടുക്കുക. ഒരു 3-4 മിനിറ്റ് തിളച്ച് കഴിയുമ്പോൾ മല്ലിയില അധികം ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഒരു 1-2 മിനിറ്റ് തിളച്ചാൽ മതി, നമുക്ക് കറി റെഡിയായി. നമുക്കൊരു ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് ഒരു 2 പിഞ്ച് കസൂരി മേത്തി ഞാൻ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ 3/4 ടീസ്പൂണോളം ചെറിയ ജീരകം പൊടി, അതിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതങ്ങ് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം, നമുക്ക് കഴിക്കാം.
നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇത്. ഇതാ അപ്പോൾ നമ്മൾ കറി റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ സെർവ് ചെയ്യുന്നതിന് മുമ്പ് ഇച്ചിരി മല്ലിയില ഒന്ന് മുകളിൽ ഇതുപോലെ ഒന്ന് തൂക്കി കൊടുക്കുക. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നമ്മളിന്നിവിടെ പൂരിയുടെ കൂടെയാണ് കഴിക്കുന്നത്. ഇതെല്ലാം ചപ്പാത്തിയോ അതുപോലെ പൊറോട്ടയോ അല്ലെങ്കിൽ ബസ്മതി റൈസ് ചുമ്മാ വേവിച്ചിട്ട് കഴിക്കുമല്ലോ, അങ്ങനെയോ ഗീ റൈസോ എന്തിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനാണ് കേട്ടോ. എപ്പോഴും നമ്മൾ വയ്ക്കുന്ന പരിപ്പ് കറിയിൽ നിന്ന് ഒരു ഡിഫറെൻ്റ് ആണല്ലോ. ആ കസൂരി മേത്തിയുടെയും മല്ലിയിലയുടെയും ജീരകത്തിൻ്റെയൊക്കെ ഫ്ലേവറാണ് മെയിനായിട്ട് ഇതിലുണ്ടാവുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ആ താഴെ കാണുന്ന റെഡ് കളറിൽ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ടാവും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് എല്ലാം കാണാൻ പറ്റും കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.